Welcome to RK's Stories. വില്വാദ്രി ഭാഗം 11. ശരിക്കു പറഞ്ഞ പുള്ളിക്കാരി തേച്ചൊട്ടിച്ചു തന്നു അല്ലേ? കനമുള്ള അന്തരീക്ഷത്തിന് അയവ് വരുത്താനെന്നതുപോലെ അദ്രി പറഞ്ഞ വാക്കുകൾ കേട്ട് അവർ രണ്ടുപേരും അവളെ നോക്കി. അവരുടെ നോട്ടം കണ്ട് അവൾ നാക്ക് കടിച്ചുകൊണ്ട് ചിരിച്ചു. സോറി. ചെറിയൊരു ചമ്മലോടെയുള്ള അവളുടെ പറച്ചിൽ കേട്ട് അമലിന്റെയും വിജയിന്റെയും മുഖത്തും ചിരി തെളിഞ്ഞു. ഇറ്റ്സ് ഓക്കേടോ, സത്യത്തിൽ അത് തന്നെയാ സംഭവം. അതിന് താനിത്ര ചമ്മേണ്ട ആവശ്യമൊന്നുമില്ല. വിജയ് അവളെ ആശ്വസിപ്പിച്ചു. പക്ഷെ അവളൊന്ന് അങ്ങനെ പറയാനുണ്ടായിരുന്ന കാരണം വേറെയായിരുന്നു. അമൽ ഇടയ്ക്ക് കയറി അദ്രികയോട് പറഞ്ഞു, അവളുടെ അച്ഛനും വലിയച്ഛനും തമ്മിലുണ്ടായിരുന്ന ആ കേസിൽ അവളുടെ അച്ഛനനുകൂലമായിട്ടാണ് കോടതി വിധി ഉണ്ടായത്. അതോടെ അത്യാവശ്യ സ്വത്തുവകകൾ അവരുടെ കൈവശം വന്നു ചേർന്നു. ഇവനാണെങ്കിൽ ആ സമയത്ത് ജോലിയും കൂലിയില്ലാതെ തേരാപ്പാര നടക്കുന്നു. ഐ എം സോറി വിജയ്. മഞ്ജു ചേച്ചി ഇങ്ങനത്തെ ഒരാളാണെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. അത് പറയുമ്പോൾ അവളുടെ മുഖത്ത് മഞ്ജിമയോടുള്ള ദേഷ്യം നിഴലിച്ചിരുന്നു. ഓ ലീവ് ഇറ്റ് അദ്രി. കഴിഞ്ഞുപോയ കാര്യങ്ങളെടുത്ത് ഇനി ഒരു പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് കാര്യമില്ലല്ലോ. ഇവനായതുകൊണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഞാനായിരുന്നെങ്കിൽ അവളെ എപ്പോഴേ പോലീസ് സ്റ്റേഷനിൽ കയറ്റുന്ന ചോദിച്ചാൽ മതി. അമൽ നിന്ന് തിളച്ചു. പോലീസ് സ്റ്റേഷനിലോ? ഫോർ വാട്ട് റീസൺ? അത്ഭുതത്തോടെയുള്ള അവളുടെ ആ ചോദ്യം കേട്ട് മറുപടി പറയാൻ തുടങ്ങിയ അമലിനെ കൈ ഉയർത്തി തടയാൻ വിജയ് ശ്രമിച്ചെങ്കിലും അത് വകവയ്ക്കാതെ അവൻ തുടർന്നു. എടോ അദ്രി, താനിത് കേൾക്ക്. അവളുണ്ടല്ലോ ആ പന്ന, അവള് പോയപ്പോ ഇവന്റെ അക്കൗണ്ടിലുണ്ടായിരുന്ന മുഴുവൻ തുക അടിച്ചെടുത്തുകൊണ്ടാ പോയത്, അറിയോ? വാട്ട് റിയലി? അമൽ പറഞ്ഞത് വിശ്വസിക്കുവാനാവാതെ അവൾ വാ പൊളിച്ചു. അതേന്നേ, മഞ്ജിമയുടെ കാര്യം അറിഞ്ഞന്ന് സ്ട്രോക്ക് വന്ന് വീണതാ ഇവന്റെ അമ്മച്ചി. ദൈവമേ, അതല്ലേ അന്ന് അമ്മച്ചിക്ക് സുഖമില്ലെന്ന് പറഞ്ഞത്? വിജയ് ഒരിക്കൽ പറഞ്ഞ കാര്യം ഓർത്തുകൊണ്ട് അവൾ മൂക്കത്ത് വിരൽ വെച്ചു. അതേന്നേ, അന്ന് സ്ട്രോക്ക് വന്നപ്പോ അമ്മച്ചിയുടെ തലയിലുണ്ടായ ക്ലോട്ടിങ് മാറ്റാൻ ഓപ്പറേഷന് കാശെടുക്കാൻ ചെന്നപ്പോഴാ ഞങ്ങൾ സംഭവം അറിഞ്ഞത്. 10-24 ലക്ഷം രൂപ ഉണ്ടായിരുന്ന അക്കൗണ്ടിൽ ഒരൊറ്റ പൈസ ഇല്ലായിരുന്നു. ഓൺലൈൻ ചെക്ക് ചെയ്തപ്പോഴാ മനസ്സിലായത് മുഴുവൻ തുകയും ആ പുന്നാര മോളവക്കട അക്കൗണ്ടിലേക്ക് മാറ്റിയിരുന്ന കാര്യം. ഈ പൊട്ടൻ ഓൺലൈൻ ട്രാൻസാക്ഷനിലെ ഐഡിയും പാസ്വേഡും വരെ അവക്ക് കൊടുത്തിട്ടാണ് അന്ന് റിയാദിലേക്ക് പോയിരുന്നത്. നല്ലണ്ട ഇവനെ. കുറ്റപ്പെടുത്തുന്ന മിഴികളോടെ അമൽ വിജയിനെ നോക്കി. ഓ ദൈവമേ, വിശ്വസിക്കാനാവുന്നില്ല. എന്നാലും മഞ്ജു ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്യോ? അവൾ ഇതല്ല ഇതിലപ്പുറം ചെയ്യുമോളെ. നല്ല ഒന്നാന്തര ഊറ്റുകാരിയാ ആ പിശാചി. വീട്ടടാ അമലെ. അദ്രി, നമ്മൾ ഒരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച പിന്നെ ആ വ്യക്തിയുടെ സന്തോഷം മാത്രമല്ല ദുഃഖങ്ങളും നമ്മുടെ സ്വന്തമാണ്. അങ്ങനെ പ്രശ്നങ്ങളുമായിട്ട് അവർ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് സ്വന്തം കാര്യത്തെപ്പറ്റി മാത്രം ചിന്തിക്കാൻ സാധിക്കുമോ? കാശല്ലല്ലോ വലുത്. എന്നാൽ ഇതിത്തിരി കടന്നുപോയി വിജയ്. ആ കാശെങ്കിലും തിരികെ വാങ്ങായിരുന്നു, ഇല്ലെങ്കിൽ കേസ് കൊടുക്കണമായിരുന്നു. കേസോ? കൊള്ളാം. എന്റെ അദ്രി മനുഷ്യൻ എങ്ങനെ ജീവിക്കുമെന്ന് ആലോചിച്ച് നടത്തേണ്ട സമയമാണത്. അപ്പോഴാ കേസ് കൊടുക്കുന്നത്. എന്നിട്ട് പിന്നെ അമ്മച്ചിയുടെ ഓപ്പറേഷൻ എന്ത് ചെയ്തു? കുറച്ച് കാശ് ഇവന്റെ കയ്യിലുണ്ടായിരുന്നു. ബാക്കി വീട് പണയം വെച്ച് ഒരു ലോൺ കൊടുത്തു. അന്ന് തൊട്ട് കിട്ടുന്ന ജോലികളൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോഴാ നാട്ടിൽ വർക്ക്ഷോപ്പ് നടത്തുന്ന ജോസഫ് ചേട്ടൻ ഈ ജോർജ് ജോസഫ് ഇമ്മട്ടിയെ പറ്റി പറയുന്നത്. അയാളെ വന്ന് കണ്ടാൽ എന്തെങ്കിലുമൊക്കെ ജോലി തരപ്പെടുമെന്ന് പറഞ്ഞതനുസരിച്ച് അന്ന് വന്നതാ. അതിങ്ങനെയും ആയി. ഒരു ദീർഘനിശ്വാസത്തോടെ വിജയ് പറഞ്ഞു നിർത്തി. വിജയ് മറ്റൊരു പെണ്ണിനെ സ്നേഹിച്ചു എന്ന് പറഞ്ഞപ്പോ സത്യത്തിൽ എനിക്ക് വിജയിനോട് ദേഷ്യം തോന്നിയതാ കേട്ടോ. പക്ഷെ ഇപ്പോ പറഞ്ഞു വന്നത് മുഴുമിപ്പിക്കാതെ അവൾ നിർത്തി. ഒരു പക്ഷേ തന്റെ കണ്ണീരിന്റെ ശാപമായിരിക്കോടോ. പെണ്ണിന്റെ കണ്ണീര് വീഴ്ത്തിയാൽ അനുഭവിക്കേണ്ടി വരുമെന്ന് പണ്ട് കാരണവന്മാര് പറഞ്ഞിട്ടുള്ളത് വെറുതെ ഒന്നുമല്ല. അവളെ നോക്കി ചിരിച്ചുകൊണ്ട് വിജയ് പറഞ്ഞു. അങ്ങനെ പറയല്ലേ, എനിക്ക് വിഷമാവും കേട്ടോ. സങ്കടം തോന്നിയിരുന്നു എന്നത് നേരാ. പക്ഷെ ഞാൻ കുറെ കൂടിയൊക്കെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. എന്ത് കാരണം കൊണ്ടായാലും താല്പര്യമില്ല എന്ന് പറയുന്ന ഒരാളുടെ പുറകെ നടന്ന സമയം കളയാൻ ഈ അദ്രിയെ കിട്ടില്ല. അതുകൊണ്ട് തന്നെ പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല. ഉറച്ച ശബ്ദത്തോടുകൂടി തന്നെ അവൾ വിജയിനെ നോക്കി പറഞ്ഞു. വേണമെങ്കിൽ അതിനെയും ചിന്തിക്കാൻ കേട്ടോ. കണ്ണിറുക്കിക്കൊണ്ട് അമൽ പറയുന്നത് കേട്ട് വിജയ് അവനെ തൊഴുതു കാണിച്ചു. എന്റെ പൊന്നു മോനെ, ഒരനുഭവം കൊണ്ട് തന്നെ മതിയായേ. അപ്പൊ
അപ്പൊ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്നൊക്കെ പറയുന്നത് വെറുതെ അല്ലല്ലേ? അവന്റെ ആ തുഴലും വർത്തമാനവും കേട്ട അദ്രി ചിരിച്ചുകൊണ്ടാണത് പറഞ്ഞത്. അദ്രി, ഒരു കാര്യം പറഞ്ഞേക്കട്ടെ, മഞ്ജുമയെ കുറിച്ച് ഇപ്പോ കേട്ട കാര്യങ്ങള് ഒരു കാരണവശാലും പ്രശാന്ത് അറിയരുത് കേട്ടോ. വെറുതെ അവരുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട. ഡോണ്ട് വറി വിജയ്, പ്രശാന്തിന്റെ ഏട്ടനല്ലേ, അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഓക്കെ, കൂൾ. നമുക്ക് ആ ചാപ്റ്റർ വിടാം. അദ്രി, മറ്റൊരു കാര്യം, ആ ശിവനെ സ്നേഹിച്ചിരുന്ന പയ്യന്റെ ഫോണിൽ നിന്നും അവൻ മരിച്ചതിന് ശേഷവും അവളുടെ ഫോണിലേക്ക് മെസ്സേജുകൾ വന്നിരുന്നു എന്ന് പറഞ്ഞല്ലോ. ആ മെസ്സേജ് വന്ന ഫോണിന്റെ ലൊക്കേഷൻസ് ട്രേസ് ചെയ്യാൻ പറ്റിയിരുന്നു. അവളുടെ മറുപടി എന്തെന്നറിയുവാനായി അമലും അവിടെ കിടന്നിരുന്ന ഒരു കസേരയിലേക്ക് ഇരുന്നിട്ട് അവളെ നോക്കി. അങ്ങനെ ലൊക്കേഷൻ ഒന്നും ട്രേസ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. അച്ഛന് ആ പയ്യന്റെ കാര്യത്തിൽ കൂടുതൽ പബ്ലിസിറ്റി കൊടുക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു. അവൾക്ക് അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടായിരുന്ന കാര്യം അന്ന് രഹസ്യമാക്കി വെച്ചിരിക്കുകയായിരുന്നു. വാട്ട് നോൺസെൻസ്! ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും നിങ്ങൾ ശ്രദ്ധിക്കായിരുന്നു കൊണ്ടാ അവൾക്ക് നേരെ അന്ന് അങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടായത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞങ്ങൾ ഈ ടാസ്ക് ഏറ്റെടുക്കുകയാണെങ്കിൽ ഞങ്ങളുടെ പ്ലാൻ അനുസരിച്ചിട്ടായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക. അല്ലാതെ അച്ഛന്റെ പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ നീക്കാനാണെങ്കിൽ ദയവായി ഞങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാക്കണം. നോ, നിങ്ങൾ നിങ്ങളുടെ പ്ലാൻ അനുസരിച്ച് വർക്ക് ചെയ്താൽ മതി. ഓഫീസിലെ ജോബ് ഒരു മറ മാത്രമായിരിക്കും. ഓക്കെ, ഗുഡ്. അപ്പോൾ നാളെ ഡിസ്ചാർജ് ചെയ്താൽ ഞങ്ങൾക്ക് പിന്നെ ശിവയുടെ വീടിനോട് ചേർന്നുള്ള ആ ഔട്ട് ഹൗസിലേക്ക് താമസിക്കാമല്ലോ അല്ലേ? തീർച്ചയായും, അവിടെയെല്ലാം ഓക്കെയാണ് വിജയ്. പിന്നെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. അമൽ പറഞ്ഞത് കേട്ട് അവൾ അവനെ നോക്കി. എന്നതാ അത്? തന്റെ ആ മഞ്ജിമ ചേച്ചി തന്നെ. പുള്ളിക്കാരിക്ക് ഞങ്ങൾ ഈ ഓഫർ ഏറ്റെടുക്കരുതെന്ന ആഗ്രഹം. അതെന്നെ കൊണ്ടാ? ഈ മഞ്ജിമ വർക്ക് ചെയ്യുന്നത് ശിവയുടെ ഓഫീസിലാണോ? അതെ, അവിടെ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ചെയ്യുന്നത് ചേച്ചിയാ. ആഹാ, അടിപൊളി. അവളുടെ മറുപടി കേട്ട് വിജയ് പറഞ്ഞു. എന്നതിനാ ചിരിക്കുന്നേ? അവർ പരസ്പരം നോക്കി ചിരിക്കുന്നത് കണ്ട് അവൾ ചോദിച്ചു. എടോ, തന്റെ ചേച്ചി മഞ്ജിമയും പിന്നെ ആ ഡോക്ടർ മേഘയും ഇവിടെ വന്ന് ബഹളമുണ്ടാക്കിയതിന്റെ കാരണം ഇപ്പോഴല്ലേ മനസ്സിലായത്? ഞങ്ങൾ അവിടെ ജോലിക്ക് കയറിയാൽ മഞ്ജിമയ്ക്ക് ഇവനെ എന്നും ഫേസ് ചെയ്യേണ്ടി വരില്ലേ? അത് തന്നെ കാരണം, അമൽ പറഞ്ഞു. ഓ, അത് ശരി. വിജയന് അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അദ്രി വിജയിനെ നോക്കി. എന്ത് പ്രശ്നം? പോകാൻ പറ. അവൻ ചിറി കോട്ടി. ദാറ്റ്സ് ദ സ്പിരിറ്റ്. അപ്പൊ ഇനി ഗോതയിൽ കാണാം അല്ലേ? അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. തീർച്ചയായും. ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ബിസിനസ്സിലെ ആ ഇമ്മട്ടി ഒഴിച്ച് വേറെ കോമ്പറ്റീറ്റർ ആരും ഇല്ലല്ലോ അല്ലേ? ഇല്ല. എന്ത് ചോദിച്ചത്? അന്ന് ശിവന്യെ കിഡ്നാപ്പ് ചെയ്തവര് അവരുടെ ആൾക്കാരായിരിക്കുമെന്നൊരു സംശയം. വിജയ് ചിന്തയോടെ അമലിനെ നോക്കി. ജോർജ് ഒരു കുറുക്കനാ, നേരിട്ട് കളിക്കാനൊന്നും സാധ്യതയില്ല. പക്ഷെ അയാൾക്കൊരു മകനുണ്ട്, ഒരു വിൽഫ്രഡ്. അവൻ അയാളെക്കാൾ അപകടകാരിയാ, അവനെ സൂക്ഷിക്കണം. അവൾ രണ്ടുപേരോടുമായി പറഞ്ഞു. ശരി, നോക്കാം. വിജയ് എന്തോ ആലോചിച്ചുകൊണ്ട് തലയാട്ടി. എങ്കിൽ ഞാൻ ഇനി ശിവയുടെ അടുത്തേക്ക് ചെല്ലട്ടെ. അവർക്ക് രാത്രിയിലേക്കുള്ള ടാബ്ലറ്റ്സ് ഒക്കെ കൊടുക്കാൻ നേരമായി. അതും പറഞ്ഞ് അദ്രി കസേരയിൽ നിന്നും എഴുന്നേറ്റു. അദ്രി, അതെ, ആ ശിവയുടെ ലവറായിരുന്ന പയ്യനുണ്ടല്ലോ, എന്തായിരുന്നു അവന്റെ പേര്? ജെറാൾഡ്. മറുപടി പറയുമ്പോൾ എന്താണ് കാര്യമെന്ന ചോദ്യം അവളുടെ മുഖത്തുണ്ടായിരുന്നു. യെസ്, ജെറാൾഡ്. അയാളുടെ ഫോട്ടോ വല്ലത് കയ്യിലുണ്ടോ? ഉണ്ട്, എന്റെ മൊബൈലുണ്ട്. എന്നാത്തിനാ? വിജയ് പറഞ്ഞപ്പോൾ അവൾ മൊബൈൽ ഓണാക്കി ഗാലറിയിൽ തിരഞ്ഞ് ജെറാൾഡിന്റെ ഫോട്ടോ കിട്ടിയപ്പോൾ ഫോൺ വിജയിന്റെ കയ്യിലേക്ക് കൊടുത്തു. അത് വാങ്ങി നോക്കിയ അവന്റെ നെറ്റിയിൽ ചുളിവുകൾ വീണു. സംശയത്തോടെ അവൾ നോക്കി നിൽക്കെ വിജയ് ആ ഫോൺ അമലിനെ ഏൽപ്പിച്ചു. ആ ഫോട്ടോയിലേക്ക് നോക്കിയ അവന്റെ മുഖത്ത് ആശ്ചര്യം നിറയുന്നത് അവൾ കണ്ടു. എടാ വിജയ്, ഇതാ പയ്യനല്ലേ? കണ്ണുകൾ ഉയർത്തി അമൽ വിജയിനെ നോക്കി ചോദിക്കുന്നതും അവൻ തലയാട്ടുന്നതും കണ്ട് കാര്യം മനസ്സിലാകാതെ അദ്രിക അവരുടെ മുഖത്തേക്കും നോക്കി മിഴിച്ചു നിന്നു. തന്റെ മൊബൈലിലുള്ള ജെറാൾഡിന്റെ ആ ഫോട്ടോ കണ്ട് പരസ്പരം നോക്കുന്ന അമലിനോടും വിജയിനോടുമായിട്ട് അദ്രിക ചോദിച്ചു. ജെറാൾഡിനെ നിങ്ങൾക്കറിയോ? ആളെ നേരിട്ടറിയില്ല, പക്ഷേ... പറഞ്ഞു വന്നത് പൂർത്തിയാക്കാതെ അമൽ വിജയിന്റെ മുഖത്തേക്ക് നോക്കി. അമലിന്റെ കയ്യിൽ നിന്നും ആ മൊബൈൽ വാങ്ങി ആ ഫോട്ടോയിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് വിജയ് പറഞ്ഞു. നാട്ടിൽ വെച്ചേ അമ്മയുടെ ഓപ്പറേഷന് വേണ്ടി കാശ് അന്വേഷിച്ച് നടക്കുന്നതിനിടയിലാ ഞാൻ നേരത്തെ പറഞ്ഞ ആ ജോസഫ് ചേട്ടൻ ഈ പയ്യന്റെ ഫോട്ടോ ഞങ്ങളെ കാണിക്കുന്നത്. ഏത്? ജോർജ് മെട്ടിയെ വന്ന് കണ്ട ജോലി ലഭിക്കുന്നത് നിങ്ങളോട് പറഞ്ഞ ആ അതേ ജോസഫ് തന്നെയോ? വിജയ് തനിക്ക് നേരെ നീട്ടിയ മൊബൈൽ തിരികെ വാങ്ങിക്കൊണ്ട് അദ്രിക ചോദിച്ചു. അതെ. വിജയ് തലയാട്ടി.
അയാൾ എന്തിനാ ജെറാൾഡിന്റെ ഫോട്ടോ നിങ്ങളെ കാണിച്ചത്? വാക്കുകളിൽ ഉയർന്ന സംശയം അവളുടെ കണ്ണുകളിലും തെളിഞ്ഞു. അത് പിന്നെ അദ്രി, ആ ജോസഫ് എന്ന് പറഞ്ഞ കക്ഷി വർക്ക്ഷോപ്പ് നടത്തുകയാണെങ്കിലും പുള്ളിയുടെ മെയിൻ പരിപാടി കൊട്ടേഷനാണ്. കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ പ്രധാനമായി അവർ ചെയ്തിരുന്നത് ഈ കുഴൽപ്പണമൊക്കെ തട്ടിയെടുക്കലാണ്. വിദേശത്ത് നിന്നും രേഖകളില്ലാതെ കടത്തുന്ന പണം ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്ന വഴി തട്ടിയെടുക്കും. ഇടയ്ക്ക് കാശിന് ആവശ്യം വന്നപ്പോ ഞങ്ങളും അവരുടെ കൂടെ 1-2 പ്രാവശ്യം പോയിട്ടുണ്ട്. പറഞ്ഞതിന് ശേഷം അത്രികയുടെ മുഖഭാവം എന്തെന്നറിയാൻ വിജയ് അവളെ നോക്കി. ഓക്കെ, പക്ഷെ അതും ജെറാൾഡും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? വിജയിന്റെ നോട്ടം കണ്ട് അവൾ ചോദിച്ചു. അതറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, അമ്മച്ചിയുടെ ഓപ്പറേഷന് വേണ്ടി കാശന്വേഷിച്ച് നടക്കുന്ന സമയത്തായിരുന്നു അത്. പുള്ളിക്കാരൻ ഒരു ദിവസം ഞങ്ങളെ വിളിച്ചിട്ട് ഈ പയ്യന്റെ ഫോട്ടോ കാട്ടിയിട്ട് ഇവനെ തീർക്കുകയാണെങ്കിൽ 5 ലക്ഷം രൂപ കിട്ടുമെന്ന് ഞങ്ങളോട് പറഞ്ഞു. വാട്ട്? വിജയ് പറഞ്ഞത് വിശ്വസിക്കുവാനാവാതെ അവൾ അവനെ മിഴിച്ചു നോക്കി. പക്ഷെ ഞങ്ങളത് ഏറ്റെടുത്തില്ല കേട്ടോ. പല ചെറിയ കയ്യാങ്കളിയൊക്കെ ആണെങ്കിൽ നോക്കാമെന്നല്ലാതെ അത്തരം പരിപാടികൾ ഞങ്ങൾക്ക് പറ്റില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ സ്കൂട്ടായി. അമലാണ് ബാക്കി പറഞ്ഞത്. ഓ മൈ ഗോഡ്, എങ്കിലും എന്നായിരിക്കും അവനെതിരെ അങ്ങനെ ഒരു കൊട്ടേഷൻ വരാൻ കാരണം? അവൾ ഇരുവരെയും നോക്കിക്കൊണ്ട് ചോദിച്ചു. അതൊന്നും അറിയില്ല. ഈ ഫോട്ടോ കണ്ടപ്പോൾ ആ കാര്യം ഓർത്തുകൊണ്ട് പറഞ്ഞതേയുള്ളൂ. ഒരുപക്ഷെ അന്ന് ഞങ്ങൾക്ക് വരും മറ്റാരെങ്കിലും തീർത്തതാകാം അവനെ, വിജയ് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ ജോസഫിനോട് ചോദിച്ചറിയാൻ പറ്റത്തില്ലേ എന്നതായിരിക്കും കാരണമെന്ന്? അവൾ പ്രതീക്ഷ നിറഞ്ഞ മുഖത്തോടെ അവനെ നോക്കി. അതങ്ങനെ അറിയണമെന്നൊന്നുമില്ല. പുള്ളി ഇത് വേറെ ആരെങ്കിലും ഏൽപ്പിച്ചതാണെങ്കിൽ അത് ആരാണെന്ന് പുള്ളി അറിയണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല. അവരുടെ ഡീലിങ്സ് ഒക്കെ അങ്ങനെയാ. എങ്കിലും വേണമെങ്കിൽ നമുക്കൊരു ദിവസം പോയി ചോദിക്കാം. പാലക്കാട് വിജയിന്റെ വീടിനടുത്താണെന്നല്ലേ പറഞ്ഞത്? അങ്ങനെയെന്നേ നിങ്ങൾ ഡിസ്ചാർജ് ചെയ്തിട്ട് ഒരു ദിവസം നമുക്കിവിടെ പോയാലോ? എന്നാ പറയുന്നു? ഓ ആയിക്കോട്ടെ. എന്നാ ശരി, നിങ്ങൾ റെസ്റ്റ് എടുക്കൂ, ഞാൻ റൂമിലോട്ട് പോട്ടെ. അവരോട് പറഞ്ഞിട്ട് അവൾ എഴുന്നേറ്റു. എവിടെയാണ് ശിവയുടെ റൂം? വാതിലിനടുത്തേക്ക് നടക്കാൻ തുടങ്ങിയ അത്രികയോട് വിജയ് ചോദിച്ചു. ഈ ഫ്ലോറിൽ തന്നെയാ. ഇവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ ഇടതുവശത്ത് അറ്റത്തായി നേരെ കാണുന്ന റൂമാണ് റൂം നമ്പർ 503. ഓ ഓക്കെ. അപ്പൊ ബോക്സിംഗ് മാത്രമല്ല, അത്യാവശ്യം കയ്യാങ്കളിയൊക്കെ വശമുണ്ട് രണ്ടുപേർക്കും അല്ലേ? പുറത്തേക്ക് ഇറങ്ങാൻ ഡോറിനടുത്തേക്ക് എത്തി അവൾ തിരിഞ്ഞു നിന്ന് അവരോട് ചോദിച്ചു. ചെറുതായിട്ട്. ആ ജോസഫ് ചേട്ടൻ വഴിയാ കുറച്ചു നാൾ ബൗൺസേഴ്സിന്റെ വേഷവും ഒക്കെ ഞങ്ങൾ കിട്ടിയത്. അവളുടെ ചോദ്യത്തിന് മറുപടിയായി അമൽ പറഞ്ഞു. എങ്കിലും ഇനി കുറച്ച് വലിയ രീതിയിൽ തന്നെ ആകട്ടെ കലാപരിപാടികള്. ഓൾ ദി ബെസ്റ്റ്. ചിരിയോടെ അത്രയും പറഞ്ഞിട്ട് അത്രിക റൂമിന് പുറത്തേക്ക് ഇറങ്ങി വാതിൽ ചാരി. മനം മടുപ്പിക്കുന്ന ഭൂതകാലത്തിലേക്ക് തിരികെ നടക്കേണ്ടി വന്നത് മൂലം മറവിയുടെ മടിത്തട്ടിൽ മയക്കി കിടത്തിയിരിക്കുന്ന കയ്പ് നിറഞ്ഞ ആ ഓർമ്മകൾ വീണ്ടും ഉണർന്നപ്പോൾ ഉറക്കം നഷ്ടപ്പെട്ട് കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയായിരുന്ന വിജയ് തലയണയ്ക്കടുത്ത് വെച്ചിരുന്ന മൊബൈൽ എടുത്തു നോക്കി. മൊബൈലിൽ സമയം 1:35 AM എന്ന് എഴുതി കാണിച്ചത് കണ്ട് അസ്വസ്ഥതയോടെ അവൻ കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. തൊട്ടടുത്ത കട്ടിലിൽ കൂർക്കം വലിച്ചുറങ്ങുന്ന അമലിനെ അവൻ അസൂയയോടെ നോക്കി. ടേബിളിലിരുന്ന ജഗ്ഗിൽ നിന്നും കുറച്ച് വെള്ളമെടുത്ത് കുടിച്ചിട്ട് അവൻ ജനാലിനടുത്തേക്ക് ചെന്ന് അഴികളിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി. അല്പം അകലെയായി കാണുന്ന ഹൈറേഞ്ചിൽ നിന്നും ഇറങ്ങി വരുന്ന കോടമഞ്ഞിന്റെ തണുപ്പ് മുറിക്കുള്ളിലേക്ക് ചെറുതായി അരിച്ചു കയറുന്നുണ്ട്. ഹൈറേഞ്ചിലെ വളവ് തിരിഞ്ഞ് റോഡിലൂടെ മുകളിലേക്ക് കയറിപ്പോകുന്ന ഏതോ വാഹനത്തിന്റെ വെളിച്ചം അങ്ങ് ദൂരെ മഞ്ഞിൽ തെളിഞ്ഞു കാണാം. കൈകളിലെയും കാലുകളിലെയും ഉണങ്ങിത്തുടങ്ങിയ മുറിവുകളിലേക്ക് അവൻ നോക്കി. നാളെ ഡിസ്ചാർജ് ആയാൽ ആദ്യം ആ ജോർജിനെയും വിൽഫ്രഡിനെയും കുറിച്ചൊന്ന് അന്വേഷിക്കണം. നാളെ ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് വിജയ് ജനലിനടുത്തു നിന്നും തിരിഞ്ഞു നടന്നു. തിരികെ വാതിലിനടുത്തേക്ക് എത്തിയ അവൻ അല്പനേരം എന്തോ ആലോചിച്ചു നിന്നിട്ട് വാതിൽ തുറന്ന് പുറത്ത് കോറിഡോറിലേക്ക് ഇറങ്ങി. ഇടതുവശത്തായി കോറിഡോർ അവസാനിക്കുന്ന ഭാഗത്ത് നേരെ കാണുന്ന റൂം നമ്പർ 503 അടഞ്ഞു കിടക്കുന്ന വാതിലിലേക്ക് അവൻ അവിടെ നിന്നും നോക്കി. ആ വാതിലിന് മുന്നിൽ വെളുത്ത പാന്റും കോട്ടും ധരിച്ച ഒരാൾ നിൽക്കുന്നത് കണ്ട് അവന്റെ മുഖം സംശയത്താൽ ചൊളിഞ്ഞു. പാതിരാത്രി സമയത്ത് ആരാണോ അവിടെ നിൽക്കുന്നത്? അതും ആലോചിച്ച വിജയ് ആ വാതിലിന് നേരെ നടന്ന് അയാളുടെ അടുത്തെത്താറായപ്പോൾ ഡോറിന് നേരെ തിരിഞ്ഞു നിൽക്കുകയായിരുന്ന അയാൾ ബെല്ലമർത്താനായി കൈകൾ ഉയർത്തുന്നത് അവൻ കണ്ടു. ഹലോ. വിജയിന്റെ ശബ്ദം വിജനമായ ആ കോറിഡോറിൽ മുഴങ്ങി. വാതിലിന് മുന്നിൽ നിന്നിരുന്നയാൾ ആ ശബ്ദം കേട്ട് ഞെട്ടിത്തിരിഞ്ഞു. അപ്പോഴേക്കും വിജയ് അയാളുടെ അടുത്തേക്ക് എത്തിയിരുന്നു. യെസ്, ആരാ? എന്താ ഇവിടെ? അവനെ തന്നെ ശ്രദ്ധിച്ച് നോക്കി നിൽക്കുകയായിരുന്ന അയാളോട്
വിജയ് ചോദിച്ചു. ഞാൻ ഈ റൂമിലെ കുട്ടിക്ക് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാനുണ്ടായിരുന്നു. ഇഞ്ചക്ഷനോ? അതും ഈ സമയത്ത്? ചോദിക്കുമ്പോഴും വിജയിന്റെ കണ്ണുകൾ അയാളുടെ മുഖത്ത് കണ്ട ആ പരിചയഭാവത്തിൽ പരതുകയായിരുന്നു. എവിടെയാണ് ഇവനെ ഞാൻ ഇതിനു മുന്നേ കണ്ടിട്ടുള്ളത്? പരിചയം തോന്നുന്ന ആ മുഖം ഇതിനു മുന്നേ എവിടെ വെച്ചാണ് കണ്ടിട്ടുള്ളത് എന്ന് ഓർമ്മയിൽ തിരയുകയായിരുന്നു വിജയ്. പെട്ടെന്നാണ് ആ പേര് അവന്റെ മനസ്സിൽ തെളിഞ്ഞത്. പീറ്റർ, ജോസഫ് ചേട്ടന്റെ കൂട്ടത്തിലുള്ളവൻ. ഒരിക്കൽ കുഴൽപ്പണം പൊക്കാൻ പോയപ്പോൾ ഇവനുണ്ടായിരുന്നു കൂടെ. മുന്നിൽ നിൽക്കുന്ന ആളെ മനസ്സിലായതോടെ വിജയിന്റെ മുഖം മുറുകി. പീറ്റർ, നീ എന്താണ് ഇവിടെ? അച്ഛനെ വിജയ്, അപ്പൊ നിനക്കെന്നെ മനസ്സിലായല്ലേ? ഞാൻ വിചാരിച്ചു നീ എന്നെ മറന്നു കാണുമെന്ന്. അവൻ പരിചയഭാവത്തോടെ വിജയിനെ നോക്കി ചിരിച്ചു. നീ ചോദിച്ചതിന് ഉത്തരം പറ പീറ്ററെ, എന്താ ഇവിടെ? അതും ഈ വേഷത്തില്? അത് ഞാനിപ്പോ ഇവിടെ വച്ചാനെ നേഴ്സാ. ചിരിച്ചുകൊണ്ട് പീറ്റർ മറുപടി പറഞ്ഞു. എന്നു മുതല്? താണ്ട് കുറച്ചു മുന്നേ തൊട്ട്. അത് ശരി, നീയപ്പോ പണിക്കിറങ്ങിയേക്കുക അല്ലേ? വിജയ് അവന്റെ അടുത്തേക്ക് കുറച്ചുകൂടി നീങ്ങി നിന്നു. അതേ മച്ചാനെ, ഒരു ചെറിയ പണി. ഈ സിറിഞ്ചിനകത്തുള്ള മരുന്ന് ആ മുറി കിടക്കുന്ന കൊച്ചിന്റെ IV ബോട്ടിലേക്ക് ഒന്ന് കയറ്റി വിട്ട എന്റെ പണി തീർന്നു. സോ സിമ്പിൾ. നാളെ നേരം വെളുക്കുമ്പോ ആ കൊച്ചിന്റെ കാര്യം ഹുദാകവ. അല്ല മച്ചാനെ, നീ എന്താ ഇവിടെ? അവന്റെ കയ്യിലെ ട്രേയിലിരുന്ന സിറിഞ്ചിലേക്ക് വിജയ് സൂക്ഷിച്ചു നോക്കി. മഞ്ഞ നിറത്തിലുള്ള ഏതോ ദ്രാവകം അതിൽ നിറച്ചു വെച്ചിട്ടുണ്ട്. ഞാനും ഒരു ചെറിയ പരിപാടിയായിട്ട് വന്നതാടാവേ. നീ ഇപ്പോ ചികിത്സിക്കാൻ ഇറങ്ങിയേക്കുന്ന ആ കൊച്ചില്ലേ, അവളുടെ ഡോക്ടറാടാ മോനെ ഞാനിപ്പോ. അതുകൊണ്ട് തൽക്കാലം ഒരു നേഴ്സിന്റെ ആവശ്യം ഇവിടെ ഇല്ല. അപ്പോ എങ്ങനെയാ വീട്ടിലെ കാര്യങ്ങള്? നീ വിടുന്നോ അതോ കോർക്കുന്നോ? കൈവിരലുകൾ തമ്മിൽ കോർത്ത് മുകളിലേക്ക് ഉയർത്തി ഞൊട്ട ഒടിച്ചുകൊണ്ട് വിജയ് ചോദിച്ചു. പീറ്ററിന്റെ വലത് കൈ അവന്റെ പാൻസിന്റെ പോക്കറ്റിലേക്ക് നീളുന്നത് വിജയ് ശ്രദ്ധിച്ചു. മോനെ വിജയോ, ഈ പീറ്റർ ഒരു പണിക്കിറങ്ങിയാൽ പണിയും തീർത്ത് കുർബാനയും കൂടിയിട്ടേ പോകാറുള്ളൂ. നിനക്ക് അറിയത്തില്ലയോ? പറയുന്നതിനൊപ്പം അവന്റെ പുരികങ്ങൾ ചുളുങ്ങുന്നതും കൃഷ്ണമണികൾ അതിവേഗം ചലിക്കുന്നതും കണ്ട വിജയ് തയ്യാറെടുത്തു നിന്നു. പോക്കറ്റിൽ നിന്നും പുറത്തേക്കെടുത്ത പീറ്ററിന്റെ കയ്യിൽ മൂർച്ചയുള്ള ഒരു സ്പ്രിംഗ് നൈഫ് നിവർന്നു വന്നു. മുകളിലെ LED ലാമ്പിന്റെ പ്രകാശത്തിൽ അവന്റെ കയ്യിലിരുന്ന കത്തി വെട്ടിത്തിളങ്ങി. അടുത്ത നിമിഷം അവന്റെ ഇടത് കയ്യിലിരുന്ന ട്രേ വിജയിന്റെ മുഖം ലക്ഷ്യമാക്കി പാഞ്ഞു വന്നു. മുഖത്തിന് നേരെ വന്ന ട്രേ വിജയ് കൈ ഉയർത്തി പിടിച്ചു നിർത്തി. ട്രേയിലുണ്ടായിരുന്ന വിഷം നിറച്ച സിറിഞ്ചും മരുന്നുകളും പുറത്തേക്ക് തെറിച്ചു. ട്രേയിൽ നിന്നും കൈവിട്ട പീറ്റർ മുകളിലേക്ക് തെറിച്ച സിറിഞ്ച് ഇടത് കൈകൊണ്ട് പിടിച്ചെടുത്തു. അതോടൊപ്പം തന്നെ വലത് കയ്യിലിരുന്ന കത്തി അവൻ വിജയിന്റെ വയറ് ലക്ഷ്യമാക്കി വീശി. ട്രേയിൽ നിന്നും താഴെ വീണ മരുന്നുകുപ്പികൾ പൊട്ടി മരുന്ന് തറയിൽ പരന്നൊഴുകി. പുറകോട്ട് വെട്ടി ഒഴിഞ്ഞു മാറിയ വിജയിന്റെ ഷർട്ട് കീറിക്കൊണ്ട് ആ കത്തി കടന്നുപോയി. വിജയിന്റെ കയ്യിലായ ട്രേ ശക്തിയോടെ ഒന്ന് ഉയർന്നു താഴ്ന്നു. സിമ്പൽ അടിക്കുന്ന പോലൊരു ശബ്ദം ആ കോറിഡോറിൽ മുഴങ്ങി. തലയിൽ ട്രേ കൊണ്ടുള്ള ശക്തമായ അടിയേറ്റ് പീറ്റർ തല ഒന്ന് കുടഞ്ഞു. പുറകിലേക്ക് ഒന്ന് വേച്ചുപോയ അവൻ കണ്ണുകൾ അടച്ചും തുറന്നും കൊണ്ട് വിജയിനെ സൂക്ഷിച്ചു നോക്കി. വിജയിന്റെ കയ്യിലിരുന്ന ട്രേ ചുളുങ്ങി ഷേപ്പ് മാറിയിരുന്നു. അതിന്റെ അരികിൽ ചോരയുടെ നിറം അവൻ കണ്ടു. ട്രേയുടെ വക്കുകൊണ്ട് പീറ്ററിന്റെ നെറുകയിലുണ്ടായ മുറിവിൽ നിന്നും ഒരു വര പോലെ ചോര നെറ്റിയിൽ കൂടി മെല്ലെ താഴേക്കൊഴുകി. കണ്ണിലേക്ക് ഒഴുകി ഇറങ്ങാൻ തുടങ്ങിയ ചോര ഇടത് കൈ ഉയർത്തി ഷർട്ടിന്റെ കൈകൊണ്ട് അവൻ തുടച്ചു നീക്കി. എന്തു കോപ്പാടാ ഈ കാണിക്കുന്നേ? ഇങ്ങനെ ഒച്ച ഉണ്ടാക്കിയ മുറിയിലുള്ള ആളുകളൊക്കെ എഴുന്നേറ്റ് വരില്ലേ? പണി തീർത്ത് നമുക്ക് പോകണ്ടേടാ. ഒരു കയ്യിൽ കത്തിയും മറ്റേ കയ്യിൽ സിറിഞ്ചും പിടിച്ച് മുന്നിലേക്കൊന്ന് കുനിഞ്ഞ് ലാത്ത് നോക്കിക്കൊണ്ട് പീറ്റർ പറഞ്ഞു. സാരമില്ലടാ മോനെ, കഥാപ്രസംഗത്തിന്റെ ഇടയ്ക്ക് സിമ്പലടിച്ചതാണെന്ന് ആൾക്കാർ കരുതിക്കൊള്ളും. നീ വാടാ ചക്കരെ. ട്രേ വീശിക്കൊണ്ട് വിജയ് അവൻ അടുത്തേക്ക് വിളിച്ചു. ഒരു കോഴികളെ പോലെ അവസരം നോക്കിക്കൊണ്ട് വട്ടം കറങ്ങി അവർ ചുവടുകൾ വെച്ചു. തുടരും. വില്വാദ്രി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് പരിചയക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് നൽകിയും ലൈക്കുകൾ നൽകിയും സപ്പോർട്ടുമായി എന്നും കൂടെ ഉണ്ടാകണേ. താങ്ക്